നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വലിയ ക്ഷാമം അനുഭവിക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് പാർട്ടി. ഇതിനു മുൻപ് തന്നെ ഈ വാർത്തകൾ മാധ്യമങ്ങൾ നിറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഈ ഒരു സ്ഥാനാർത്ഥി ക്ഷാമത്തിന് തൊട്ടു പിന്നാലെ കർണാടകയിൽ മന്ത്രിമാരുടെ മക്കളെ കളത്തിലിറക്കുകയാണ് നേതൃത്വം. ദില്ലിയിൽ ചേർന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 5 മന്ത്രിമാരുടെ മക്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകി എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ചിക്കോടി മണ്ഡലത്തിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെ മകളായ പ്രിയങ്ക ജാർക്കിഹോളി, ബലഗാവിയിൽ നിന്നും വനിതാ കുടുംബക്ഷേമ മന്ത്രിയായ ലക്ഷ്മി ഹെബ്ബാൾക്കറിന്റെ മകൻ മൃണാൽ ഹെബ്ബാൾക്കർ, ബംഗളൂരു സൗത്തിൽ നിന്നും ഗതാഗത മന്ത്രിയായ രാമലിംഗ റെഡ്ഡിയുടെ മകൾ സൗമ്യ റെഡ്ഡി, ബീദയിൽ നിന്നും വനം മന്ത്രി ഈശ്വർ ഖാന്ദ്രയുടെ മകനായ സാഗർ ഖാന്ദ്രെ, ബാഗൽകോട്ടിൽ നിന്നും കൃഷിമന്ത്രി ശിവാനന്ദ് പട്ടീലിന്റെ മകളായ സംയുക്ത പട്ടീൽ എന്നിവരാണ് കന്നി അംഗത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകൻ രാധാകൃഷ്ണ ദൊഡ്ഡമണി കൽബുർഗി മണ്ഡലത്തിൽ ജനവിധി തേടിയേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ഇതിനൊപ്പം പുറത്തു വരുന്നുണ്ട്. എന്തായാലും കർണാടക മന്ത്രിസഭയിലെ 7 മന്ത്രിമാരെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ കേന്ദ്ര ഭരണം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തന്നെ വിജയിച്ചു കയറിയാൽ വെറും എംപിമാരായി മാത്രം പാർലമെന്റിൽ ഇരിക്കേണ്ടി വരും എന്നുള്ള ബോധ്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മക്കളെ ഇറക്കാനുള്ള ഒരു നിർദ്ദേശം KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുന്നോട്ട് വെച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾക്ക് ടിക്കറ്റ് കിട്ടാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഓരോ മന്ത്രിമാരും. BJP കടുത്ത മത്സരം കാഴ്ചവെച്ചേക്കുമെന്ന് കോൺഗ്രസിന് ഉറപ്പുള്ള കോട്ടകളിൽ തന്നെയാണ് മന്ത്രിമാർ അവരുടെ സ്വന്തം മക്കളെ ഇറക്കുന്നത്. എന്തായാലും കന്നി അംഗത്തിൽ മക്കൾക്ക് വേണ്ടി വോട്ടുറപ്പിക്കാൻ മന്ത്രിമാരടക്കം ഈ മണ്ഡലങ്ങളിലൊക്കെ സജീവമായി തന്നെ കളത്തിൽ ഇറങ്ങുകയും ചെയ്യും. ജയത്തിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല എന്നുള്ള കർശന നിർദ്ദേശം ഈ മന്ത്രിമാർക്ക് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതിനോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ഭാരവാഹികളും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിന് 2019 28 ലോക്സഭാ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിച്ച് കയറാൻ സാധിച്ചിരുന്നുള്ളൂ. അത് മറികടക്കുക കൂടിയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ കടുത്ത തോതിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമമുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിനെതിരെ BJPയും നരേന്ദ്രമോദിയും നിരന്തരം ആയുധമാകുന്നത് അവരുടെ കുടുംബാധിപത്യം തന്നെയാണ്. കർണാടകത്തിൽ മക്കളെ വീണ്ടും സ്ഥാനാർത്ഥികളാക്കി കോൺഗ്രസ് മന്ത്രിമാർ കളത്തിലിറക്കുമ്പോൾ തങ്ങളെ തല്ലാനുള്ള വടി വീണ്ടും BJPയുടെയും മോദിയുടെയും കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.